ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ 106-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 9ഉം 10ഉം അധ്യായങ്ങളും, സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23 മുതൽ 35 ഉൾപ്പെടെയുള്ള വചനഭാഗങ്ങളുമാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ജനത്തെയാണ് നമ്മളവിടെ കണ്ടുമുട്ടുന്നത്. ദൈവമാണ് രാജാവ് എന്നത് മറന്നു പോകുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരും. ആ സമയത്ത് സാമുവേലിനോട് ദൈവം പറയുകയാണ്, അവർ നിന്നെയല്ല തിരസ്കരിച്ചത്, മറിച്ച് അവർ ദൈവത്തെയാണ്, എന്നെയാണ് തിരസ്കരിച്ചത്. അതുകൊണ്ട് നീ അവർക്ക് ജനം ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു രാജാവിനെ നിയമിച്ചു കൊടുക്കാൻ സാമുവേലിനോട് ദൈവം ആവശ്യപ്പെടുകയാണ്. ഒരു രാജാവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലിൽ തുടങ്ങുന്നു. സാമുവേലാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് രാജാവിനെ വാഴിക്കാൻ ഒരുങ്ങുന്നത്. സാവൂളാണ് രാജാവായിട്ട് ഉയർത്തപ്പെടുന്നത്. സാവൂളിനെ രാജാവാക്കാനുള്ള ഒരുക്ക വഴികൾ ശ്രദ്ധേയമായിട്ട് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. സാവൂള് അപ്പൻ പറഞ്ഞ വഴികളിലൂടെ പൂർണ്ണമായിട്ട് പിന്തുടർന്ന വിശ്വസ്തത ഈ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുകയാണ്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തുന്നതിന് മുൻപ് സാധാരണ സംഭവങ്ങളിലൂടെ നമ്മുടെ വിശ്വസ്തത പരിശോധിക്കുമെന്ന് സാവൂളിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ സാവൂളിനോട് സാവൂളിൻ്റെ അപ്പൻ പറയുകയാണ്, 2 കഴുതകളെ കണ്ടെത്തി കൊണ്ടുവരാൻ. ഈ 2 കഴുതകളെ തേടി ദേശാന്തരങ്ങൾ തേടി അലയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള സാവൂളിനെ നമ്മൾ കാണുന്നു. ദൈവം ഇതെല്ലാം കണ്ടുവെന്ന് വേണം പിന്നാലെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നിസ്സാര കാര്യങ്ങളിലെ ശുശ്രൂഷയുടെ വിശ്വസ്തതയ്ക്ക് ശേഷം മാത്രമേ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയുള്ളൂ എന്ന് സാവൂളിൻ്റെ ജീവിതം വലിയ പാഠമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സാവൂളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന കർമ്മമാണ് കാണുന്നത്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വ്യക്തികളെ, വസ്തുക്കളെയൊക്കെയാണ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. തൈലം കൊണ്ട് ഒരാളെ അഭിഷേകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ഒരുവന് ലഭിക്കുന്നുവെന്നാണ് പഴയ നിയമ സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുക. വ്യക്തികളിൽ പ്രത്യേകിച്ച് രാജാക്കന്മാരെ, പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ, ഈ 3 ഗണങ്ങളെയാണ് പ്രധാനമായിട്ടും തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നത്. ദൈവിക ദൗത്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ അവരെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. ഇത്തരത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ വ്യക്തികളിൽ വരുന്ന മാറ്റവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ സാന്നിധ്യത്തെ ഒരു വ്യക്തിയിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ടാണ് ഇവിടെ കാണുക. ജനത്തിൻ്റെ ഭരണാധികാരിയായി സാവൂളിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവിക കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ, കാവലാകാൻ അവനെ ഒരുക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ടവൻ്റെ വഴികൾ തീരുമാനിക്കുന്നത് ദൈവിക ദൂതന്മാരാണെന്ന് ഈ അധ്യായം പറഞ്ഞു വയ്ക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വചനഭാഗത്ത് വിവിധ ഉപദേശങ്ങളാണ് കണ്ടുമുട്ടുന്നത്. ഉപദേശം പ്രകാശമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇരുട്ടിൽ തപ്പിത്തടയുന്ന, എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു ജീവിത സാഹചര്യത്തിൽ വഴികാട്ടിയായിട്ട് ഉപദേശത്തെ അവിടെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്നു. ശിക്ഷണം ജീവൻ്റെ മാർഗമായിട്ടും വിശ്വസ്തത ഒരുവനെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുന്നത് പ്രധാന ചിന്താവിഷയമായിട്ട് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യായം 9. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. അവൻ അബിയേലിന്റെ മകനായിരുന്നു. അബിയേൽ സെരോറിന്റെയും സെരോർ ബക്കോറാത്തിന്റെയും ബക്കോറാത്ത് അഫിയായുടെയും പുത്രനായിരുന്നു. അഫിയ
ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു. കിഷിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. അവന്റെ തോളൊപ്പം ഉയരമുള്ള ആരുമുണ്ടായിരുന്നില്ല. ഒരിക്കൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു വൃദ്ധിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. അവർ എഫ്രായിം മലനാട്ടിലും ഷെലീഷ ദേശത്തും അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഷാലിം ദേശത്തും തിരക്കി, അവിടെയുമില്ലായിരുന്നു. അനന്തരം ബെഞ്ചമിന്റെ നാട്ടിൽ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സൂഫിന്റെ ദേശത്തെത്തിയപ്പോൾ സാവൂൾ ഭൃത്യനോട് പറഞ്ഞു, നമുക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആകുലചിത്തനാകും. ഭൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരുപക്ഷേ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും. സാവൂൾ അവനോട് ചോദിച്ചു, നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഭൃത്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1/4 ശെക്കൽ വെള്ളിയുണ്ട്. അതവന് കൊടുക്കാം. നമ്മുടെ കഴുതകളെ ഇവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്തു പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കൊള്ളാം, നമുക്ക് പോകാം. സാവൂൾ പറഞ്ഞു. അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു, ദീർഘദർശി ഇവിടെയെങ്ങാനുമുണ്ടോ? ഉണ്ട്. അവർ പറഞ്ഞു, അതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു. വേഗം ചെല്ലുവിൻ, അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേയുള്ളൂ. ഇന്ന് മലമുകളിൽ ജനങ്ങൾക്കൊരു ബലി സമർപ്പിക്കാനുണ്ട്. പട്ടണത്തിൽ ചെന്നാലുടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിന് മുൻപ് അവനെ നിങ്ങൾക്ക് കാണാം. അവൻ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല. ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പോയിക്കോളൂ, ഉടനെ അവനെ കാണാം. അവർ പട്ടണത്തിൽ ചെന്നു. മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു. സാവൂൾ വന്നതിന്റെ തലേ ദിവസം കർത്താവ് സാമുവേലിന് വെളിപ്പെടുത്തിയിരുന്നു. നാളെ ഈ സമയത്ത് ബെഞ്ചമിന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എന്റെ ജനത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. സാവൂൾ സാമുവേലിന്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. എന്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. സാവൂൾ പട്ടണവാതിൽക്കൽ വെച്ച് സാമുവേലിനെ സമീപിച്ച് ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ? സാമുവേൽ പറഞ്ഞു, ഞാൻ തന്നെയാണവൻ. മലമുകളിലേക്ക് എന്റെ മുൻപേ നടന്നുകൊള്ളുക. ഇന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാം. 3 ദിവസം മുൻപ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുലചിത്തനാകേണ്ട. അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? എനക്കും നിന്റെ പിതൃഭവനത്തിലുള്ളവർക്കും അല്ലയോ? സാവൂൾ പ്രതിവചിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എന്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്? അനന്തരം സാമുവേൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 30ഓളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി. പാചകനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക. പാചകൻ കാൽ കുറക് കൊണ്ടുവന്ന് സാവൂളിന് വിളമ്പി. സാമുവേൽ പറഞ്ഞു, നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണിത്. ഭക്ഷിച്ചാലും. വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അന്ന് സാവൂൾ സാമുവേലിനോടൊത്ത് ഭക്ഷിച്ചു. അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി. വീടിന്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു. സാവൂൾ അവിടെ കിടന്നുറങ്ങി. പ്രഭാതമായപ്പോൾ സാമുവേൽ വീടിന്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു, എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. സാവൂൾ എഴുന്നേറ്റ് അവനോടുകൂടെ വഴിയിലേക്കിറങ്ങി. നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, ഭൃത്യനോട് മുൻപേ പൊയ്ക്കൊള്ളാൻ പറയുക. അവൻ പോയി കഴിയുമ്പോൾ 1 നിമിഷം ഇവിടെ നിൽക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ നിന്നോട് പറയാം. അധ്യായം 10.
സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിന്റെ ശിരസിൽ ഒഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതായിരിക്കും. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിന്റെ നാട്ടിലെ സെൽസാഹിൽ റാഹേലിന്റെ ശവകുടീരത്തിന് സമീപം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എന്റെ മകൻ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ ബഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ 3 അപ്പവും, മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും. അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്തീർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബെയയിലുള്ള ദൈവത്തിന്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക. ദൈവം നിന്നോടുകൂടെയുണ്ട്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ 7 ദിവസം നീ കാത്തിരിക്കുക. സാവൂൾ സാമുവേലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാവൂളും ഭൃത്യനും ഗിബെയയിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകൻ എന്തു പറ്റി? സാവൂളും പ്രവാചകനോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവാരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി. സാവൂളിന്റെ പിതൃ സഹോദരൻ അവനോടും ഭൃത്യനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? കഴുതകളെ തിരക്കിപ്പോയതായിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവേലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. സാമുവേൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്നവൻ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെപ്പറ്റി സാമുവേൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല. സാമുവേൽ ജനത്തെ മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിന്റെയും കുലത്തിന്റെയും ക്രമത്തിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവിൻ. അനന്തരം സാമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി. മത്രി കുടുംബത്തിനാണ് കുറി വീണത്. അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി. കിഷിന്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു. എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അവനിവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. അവനിതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയും കാൾ അവന്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു. സാമുവേൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെ പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തു വിളിച്ചു. അനന്തരം സാമുവേൽ രാജധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിന്റെ മുൻപിൽ വെച്ചു.
പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. സാവൂളും ഗിബെയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു. എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു, നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? അവർ അവനെ അധിക്ഷേപിച്ചു. കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല. അവൻ അത് ഗൗനിച്ചില്ല. എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്. ശിക്ഷണത്തിന്റെ ശാസനകളാകട്ടെ ജീവന്റെ മാർഗവും. അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന്, സ്വൈരിണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്ന് നിന്നെ കാത്തുസൂക്ഷിക്കുന്നു. അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത്. കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കുകയുമരുത്. എന്തെന്നാൽ വേശ്യയ്ക്ക് ഒരപ്പകഷ്ണം മതി കൂലി. വ്യഭിചാരിണിയാവട്ടെ ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്കു കഴിയും? അല്ലെങ്കിൽ കാലുപൊള്ളാതെ കനലിനു മീതെ നടക്കാൻ കഴിയുമോ? അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കുകയില്ല. വിശപ്പടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കുകയില്ലായിരിക്കാം. എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും. വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. അവൻ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചുമാറ്റപ്പെടുകയില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. അവൻ നഷ്ടപരിഹാരമൊന്നും സ്വീകരിക്കുകയില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല.